ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായമാണ്. ലോഗോസ് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം എല്ലാം പഠിക്കാൻ പരിശ്രമിക്കാം. ഈ അധ്യായത്തിൽ സാംസൺ ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നതാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് സാംസൺ ശത്രുക്കളോട് എതിരിടുന്നതും അവരെ തോൽപ്പിക്കുന്നതും. അത് നമുക്കൊരു മാതൃകയാണ്. നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും ശക്തി പ്രാപിക്കുവാനും സാംസനെ പോലെ നമുക്കും പരിശ്രമിക്കാം. ദാഹിച്ചപ്പോഴും സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവാനുമുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹ ഈശോയെ, അങ്ങയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ, അങ്ങയുടെ തിരുവചനങ്ങൾ ഞങ്ങളിൽ വ്യാപരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറണമെന്നും അങ്ങയുടെ ശക്തിയോടുകൂടി ശത്രുവായ സാത്താനെ തോൽപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട്. ഓപ്ഷൻ എ സാംസന്റെ ജനനം, ഓപ്ഷൻ ബി സാംസന്റെ വിവാഹം, ഓപ്ഷൻ സി ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. 2. സാംസൺ ഡാഷ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. പൂരിപ്പിക്കുക. എ മുന്തിരി, ബി ഗോതമ്പ്, സി ബാർലി. ശരിയുത്തരം ഓപ്ഷൻ ബി ഗോതമ്പ്. 3. ന്യായാധിപന്മാർ 15:1 സാംസണെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കാൻ ആരാണ് അനുവദിക്കാതിരുന്നത്? ഓപ്ഷൻ എ ഭാര്യ, ബി ഇപ്പോഴത്തെ ഭർത്താവ്, സി ഭാര്യാപിതാവ്. ശരിയുത്തരം ഓപ്ഷൻ സി ഭാര്യാപിതാവ്. 4. ന്യായാധിപന്മാർ 15:2 പ്രകാരം എന്തുകൊണ്ടാണ് സാംസന്റെ ഭാര്യയെ ഭാര്യാപിതാവ് കൂട്ടുകാരന് കൊടുത്തത്? എ സാംസൺ കോപാക്രാന്തനായി പോയതുകൊണ്ട്, ബി സാംസൺ മടങ്ങി വരില്ല എന്ന് കരുതി, സി ഭാര്യയെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച്. ശരിയുത്തരം ഓപ്ഷൻ സി ഭാര്യയെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച്. 5. അവളുടെ ഡാഷ് അവളേക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും. പൂരിപ്പിക്കുക. എ ഇളയ സഹോദരി, ബി ഇരട്ട സഹോദരി, സി മൂത്ത സഹോദരി. ശരിയുത്തരം ഓപ്ഷൻ എ ഇളയ സഹോദരി. 6. ന്യായാധിപന്മാർ 15:3 പ്രകാരം എന്ത് പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല എന്നാണ് സാംസൺ പറയുന്നത്? എ അക്രമം പ്രവർത്തിച്ചാൽ, ബി അതിക്രമം പ്രവർത്തിച്ചാൽ, സി ആക്രമിച്ചാൽ. ശരിയുത്തരം ഓപ്ഷൻ ബി അതിക്രമം പ്രവർത്തിച്ചാൽ. 7. ന്യായാധിപന്മാർ 15:4 സാംസൺ എത്ര കുറുനരികളെ പിടിച്ചാണ് ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടിയത്? എ 200, ബി 300, സി 400. ശരിയുത്തരം ഓപ്ഷൻ ബി 300. 8. ന്യായാധിപന്മാർ 15:5 സാംസൺ പന്തങ്ങൾക്ക് തീ കൊളുത്തി കുറുനരികളെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടപ്പോൾ എന്തെല്ലാമാണ് കത്തിച്ചാമ്പലായത്? എ ഗോതമ്പ് വയലും ഒലിവ് തോട്ടങ്ങളും, ബി വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും, സി മുന്തിരിത്തോപ്പും ഒലിവ് തോട്ടങ്ങളും. ശരിയുത്തരം ഓപ്ഷൻ ബി വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും. 9. ന്യായാധിപന്മാർ 15:6 എന്താണ് ഫിലിസ്ത്യർ ചോദിച്ചത്? എ ആരാണിത് ചെയ്തത്, ബി ആരാണീ അക്രമം ചെയ്തത്, സി ആരാണീ അതിക്രമം ചെയ്തത്. ശരിയുത്തരം ഓപ്ഷൻ എ
ആരാണിത് ചെയ്തത്? 10. ന്യായാധിപന്മാർ 15:7 സാംസനാണ് ഫിലിസ്ത്യരുടെ ധാന്യവിളകൾ കത്തിച്ച് ചാമ്പലാക്കിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിലിസ്ത്യർ എന്തു ചെയ്തു? എ. സാംസനെ വകവരുത്താൻ പദ്ധതിയിട്ടു. ബി. സാംസന്റെ ഭാര്യയും പിതാവിനെയും ഉപദ്രവിച്ചു. സി. സാംസന്റെ ഭാര്യയും പിതാവിനെയും അഗ്നിക്കിരയാക്കി. ശരിയുത്തരം ഓപ്ഷൻ സി. സാംസന്റെ ഭാര്യയും പിതാവിനെയും അഗ്നിക്കിരയാക്കി. 11. ന്യായാധിപന്മാർ 15:7 സാംസൺ ശപഥം ചെയ്തതെന്ത്? എ. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യും. ബി. ഞാൻ നിങ്ങളോട് പകരം വീട്ടും. സി. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ശരിയുത്തരം ഓപ്ഷൻ സി. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. 12. ന്യായാധിപന്മാർ 15:8 പ്രകാരം സാംസൺ ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞതിനു ശേഷം എവിടെയാണ് പോയി താമസിച്ചത്? എ. ലേഹി പട്ടണത്തിൽ. ബി. ഏത്താം പാറക്കെട്ടിൽ. സി. ഏത്താം പാറയിടുക്കിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി. ഏത്താം പാറക്കെട്ടിൽ. 13. ന്യായാധിപന്മാർ 15:9 ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത്? എ. ഗാസ. ബി. ജെറുസലം. സി. ലേഹി പട്ടണം. ശരിയുത്തരം ഓപ്ഷൻ സി. ലേഹി പട്ടണം. 14. നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? ആര് ആരോട് ചോദിച്ചു? എ. യൂദായിലെ ജനം ഫിലിസ്ത്യരോട്. ബി. സാംസൺ ഫിലിസ്ത്യരോട്. സി. യൂദായിലെ ജനം സാംസണോട്. ശരിയുത്തരം ഓപ്ഷൻ എ. യൂദായിലെ ജനം ഫിലിസ്ത്യരോട്. 15. സാംസൺ ഞങ്ങളോട് ചെയ്തതിന് ഡാഷ്. അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പൂരിപ്പിക്കുക. എ. പകരത്തിന് പകരം ചെയ്യാൻ. ബി. പ്രതികാരം ചെയ്യാൻ. സി. പകരം വീട്ടാൻ. ശരിയുത്തരം ഓപ്ഷൻ സി. പകരം വീട്ടാൻ. 16. ന്യായാധിപന്മാർ 15:11 യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കൽ ചെന്ന് സാംസനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്? എ. 2. ബി. 3. സി. 4. ശരിയുത്തരം ഓപ്ഷൻ എ. 2. 17. ന്യായാധിപന്മാർ 15:11 യൂദായിലെ എത്ര ആളുകളാണ് ഏത്താം പാറയിടുക്കൽ ചെന്ന് സാംസനോട് ചോദ്യങ്ങൾ ചോദിച്ചത്? എ. 1000. ബി. 2000. സി. 3000. ശരിയുത്തരം ഓപ്ഷൻ സി. 3000. 18. ന്യായാധിപന്മാർ 15:11 യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കൽ ചെന്ന് സാംസനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. എ. ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? ബി. പിന്നെ നീ എന്താണ് ഈ ചെയ്തത്? സി. പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? ശരിയുത്തരം ഓപ്ഷൻ സി. പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? 19. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. ആര് ആരോട് പറഞ്ഞു? എ. സാംസൺ യൂദായിലെ 3000 ആളുകളോട്. ബി. സാംസൺ യൂദായിലെ ആളുകളോട്. സി. സാംസൺ യൂദായിലെ ജനപ്രമാണികളോട്. ശരിയുത്തരം ഓപ്ഷൻ എ. സാംസൺ യൂദായിലെ 3000 ആളുകളോട്. 20. ന്യായാധിപന്മാർ 15:12 നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ യൂദായിലെ ആളുകളോട് സാംസൺ പറഞ്ഞതെന്ത്? എ. നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്യുക. ബി. നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. സി. നിങ്ങൾ എന്നെ കൊല്ലുകയില്ലെന്ന് സത്യം ചെയ്യുക. ശരിയുത്തരം ഓപ്ഷൻ ബി. നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക.
21. ന്യായാധിപന്മാർ 15:13 ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ, കൊല്ലുകയില്ല എന്ന് പറഞ്ഞ് യൂദായിലെ ആളുകൾ സാംസണെ എങ്ങനെയാണ് ബന്ധിച്ചത്? എ. പുതിയ കയറുകൊണ്ട്, ബി. പുതിയ 2 കയറുകൊണ്ട്, സി. ഓട്ടുചങ്ങല കൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ബി, പുതിയ 2 കയറുകൊണ്ട്. 22. ന്യായാധിപന്മാർ 15:14 പ്രകാരം സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത്? എ. ഗാസ, ബി. ലേഹി, സി. എൻഹക്കോർ. ശരിയുത്തരം ഓപ്ഷൻ ബി, ലേഹി. 23. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അധ്യായം, വാക്യം. എ. ന്യായാധിപന്മാർ 15:11, ബി. ന്യായാധിപന്മാർ 15:13, സി. ന്യായാധിപന്മാർ 15:14. ശരിയുത്തരം ഓപ്ഷൻ സി, ന്യായാധിപന്മാർ 15:14. 24. അവനെ ബന്ധിച്ചിരുന്ന കയർ ഡാഷ് പോലെ ആയി തീർന്നു. കെട്ടുകൾ അറ്റു വീണു. പൂരിപ്പിക്കുക. എ. കരിഞ്ഞ ചണനൂൽ, ബി. നൂൽ, സി. ചണനൂൽ. ശരിയുത്തരം ഓപ്ഷൻ എ, കരിഞ്ഞ ചണനൂൽ. 25. ന്യായാധിപന്മാർ 15:15 പ്രകാരം സാംസൺ ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് എത്ര പേരെ കൊന്നു? എ. 1000, ബി. 2000, സി. 3000. ശരിയുത്തരം ഓപ്ഷൻ എ, 1000. 26. കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഞാൻ അവരെ ഡാഷ്. കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. പൂരിപ്പിക്കുക. എ. വകവരുത്തി, ബി. കൂന കൂട്ടി, സി. തകർത്തു. ശരിയുത്തരം ഓപ്ഷൻ ബി, കൂന കൂട്ടി. 27. ന്യായാധിപന്മാർ 15:17 സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് എന്ത് പേരാണ് ലഭിച്ചത്? എ. ലായിഷ്, ബി. എൻഹക്കോർ, സി. റാമാത്ത് ലേഹി. ശരിയുത്തരം ഓപ്ഷൻ സി, റാമാത്ത് ലേഹി. 28. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീഴണമോ? ആര് ആരോട് ചോദിച്ചു? എ. സാംസൺ ദൈവത്തോട്, ബി. സാംസൺ കർത്താവിനോട്, സി. സാംസൺ യൂദായിലെ ആളുകളോട്. ശരിയുത്തരം ഓപ്ഷൻ ബി, സാംസൺ കർത്താവിനോട്. 29. ദൈവം ലേഹിയിലുള്ള പൊള്ളയായ സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ ആ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. ആ സ്ഥലത്തിന് ലഭിച്ച പേര്? എ. ലായിഷ്, ബി. എൻഹക്കോർ, സി. റാമാത്ത് ലേഹി. ശരിയുത്തരം ഓപ്ഷൻ ബി, എൻഹക്കോർ. 30. സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 20. ശരിയുത്തരം ഓപ്ഷൻ സി 20. 31. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6. ശരിയുത്തരം ഓപ്ഷൻ സി 6. ഈ അധ്യായത്തിൽ 2 വാക്യങ്ങളുണ്ട്. അതിൽ 2 വാക്കുകളുണ്ട്. അത് നമുക്ക് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. റാമാത്ത് ലേഹി എന്ന് പറഞ്ഞാൽ താടിയെല്ലിൻ്റെ മല. എൻഹക്കോർ എന്ന് പറയുന്നത് അപേക്ഷിക്കുന്നവൻ്റെ ഉറവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.